ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇനി എന്ത് ചെയ്യും വിവേക്? നന്ദിനി പേടിക്കണ്ട, അതിനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. സൂര്യക്ക് ലഹരി കിട്ടാൻ പാടില്ല, പക്ഷെ കൂടെയുള്ള അളിയന് ലഹരി കിട്ടുകയും വേണം. അത് ഞാൻ ഏറ്റു. ശരി. ആക്ച്വലി ഞാൻ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുമായിരുന്നു. പക്ഷേ അളിയൻ വിളിച്ചപ്പോഴേ എനിക്ക് സംഗതി പിടി കിട്ടി. ഇനി ഓഫീസ് കാര്യങ്ങൾ ഇത് കഴിഞ്ഞു മതി. ഹായ് സൂര്യ. ഇവനിത് എവിടെ നിന്ന് വന്നു? മദ്യക്കുപ്പി പൊട്ടിച്ചതുപോലും ഇല്ലല്ലോ. എന്താ സൂര്യ, ഇപ്പൊ ഞങ്ങളൊന്നും നിനക്ക് വേണ്ടല്ലേ? ഏയ് അതൊന്നും അല്ലടാ. അളീനും ഞാനുമായിട്ടൊന്ന് കൂടണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇനിയിപ്പോ നീയും വന്നല്ലോ, എടുത്ത് നിരത്തടാ. എല്ലാം സ്റ്റോക്കാണ്. ഹാപ്പി അല്ലേ? അളിയ സംഭവം കലക്കി. ഇന്നെങ്കിലും സത്യം തിരിച്ചറിഞ്ഞേ പറ്റും. അതെന്താ അളിയ? എന്ത് സത്യം അളിയന് തിരിച്ചറിയണ്ടേ? ഇവിടേക്ക്. അപ്പൊ അളിയ ഉപചാരങ്ങളൊന്നുമില്ല, ഞാൻ കുടിക്കാൻ പോവുക. നിനക്ക് ചേഴ്സ് എന്റെ പട്ടി തരും. അളിയന്റെ ബ്രാൻഡ് ഒരു ഗംഭീര സംഭവം തന്നെ. വെറുതെ അല്ല ഞാൻ ലോക്കൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അളിയൻ കുടിക്കാതിരുന്നത്. തുടരുത് അളിയ, ഒരു ലോക്കൽ ബ്രാൻഡും തുടരുത്. അളിയ ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. വിവേക് അറിയോ? ഓക്കെ. യെസ്, ഐ ആം ഓക്കെ. അതെ അതെ, ഐ ആം ആൾസോ ഓക്കെ. അടികളിയ എന്തു പറ്റി കളിയ? നിങ്ങൾ പറയുന്ന ഫീലൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. ഇതിനെന്തോ കുഴപ്പമുണ്ട്. അയ്യോ അയ്യോ, എന്തു കളിയ? മദ്യം ഇങ്ങനെ പാഴാക്കി കളയല്ലേ? വിവേക്, നീ അടുത്ത് കോപ്പി നൽകുക. ഓക്കെ, ഗ്ലാസ് അളിയൻ എന്തു പറ്റി? നല്ല സാധനമാ. ഇവർക്കൊക്കെ ഇത് എങ്ങനെ പറ്റുന്നു? അതൊക്കെ പറ്റൂളിയ, ആളിയനും പറ്റും. ആളിയൻ എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. സൂര്യ അടി. എന്റെ അളിയ, സത്യത്തിൽ ഞാൻ അളിയന്റെ മനസ്സറിയുന്നതിൽ പരാജയപ്പെട്ടവനാ. സാരമില്ല, ഇനി അളിയന് എന്ത് കാര്യമുണ്ടെങ്കിലും വിജയകുമാർ എന്ന് വിളിച്ചാ മതി. ഞാൻ അളിയന്റെ സർവന്റിനെ പോലെ വരും. അയ്യോ,
അളിയൻ കയ്യിൽ നിന്ന് പോയല്ലോ. സർവന്റിനെ പോലെ സർവന്റിനെ പോലെ കുടി. അളിയ വാട്ട് ഹാപ്പൻ? അയ്യോ, കുടിക്കാതെ അളിയാണ് തലക്ക് പിടിച്ച. പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നോ, ഇത് കത്തിക്കയറുന്ന ഐറ്റം അല്ലേടാ വിവേക്? ആ യെസ്, ഈ മദ്യത്തിന്റെ ലഹരി അകത്ത് വന്നപ്പോ നീക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ, ഈ മനോജിനെ സമ്മതിക്കണം കേട്ടോ. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ പക്ക ഒറിജിനൽ. ആ, ഒന്ന് മതിയാക്കുന്നുണ്ടോ രണ്ടോ? ശരിയല്ല, ഇതൊന്നും ശരിയല്ല. അയ്യോ, സാറിനെ കാണുന്നില്ലല്ലോ. വിവേകിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എന്താ സംഭവിച്ചെന്നറിയില്ല. ഇടയിൽ വിജയ് വന്ന് ചാടിയതാ എല്ലാം കുഴപ്പമായത്. അല്ലെങ്കിൽ എല്ലാം നോർമലായിട്ട് പോവുമായിരുന്നു. സൂര്യ സാർ എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, കുടിച്ചിട്ടുണ്ടാവും. അല്ലേ, വാ, ഇറങ്ങി വാ. പിടിച്ചോളിയ. എവിടെയാ എന്നെ കൊണ്ടുപോകുന്നേ? ഓ, ഇത് നമ്മുടെ വീടാ. എന്റെ അളിയ, വേറെ എവിടേക്കെങ്കിലും എന്നെ കൊണ്ടുപോകായിരുന്നില്ലേ? ആട്ടും തുപ്പും കേട്ട് മടുത്തു അളിയ. എന്നെ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാളിയ. അല്ലെങ്കിൽ ഞാൻ ഈ റോഡിൽ കിടന്നോളാം, മനസമാധാനമായിട്ട് കിടന്നോളാം. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കേറിയിട്ട് എന്താ കാര്യം? അളി, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ, വരാൻ. ഹായ് നന്ദിനി, സുഖമല്ലേ?